Hello everyone, this is Director Jeffrey. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു വാക്കിംഗ് എക്സസൈസ് ആണ്. ഓരോ എക്സസൈസും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ ഡേ 1 ആണ്. ഓക്കെ, ലെറ്റ്സ് ഡു ദ വർക്കൗട്ട്. ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഹാൻഡ്സ് ഒന്ന് മുകളിലോട്ട് പൊക്കി പിടിക്കുക. അതിനുശേഷം ലെഗ്സ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്, ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ. നമുക്ക് 30 നമ്പേഴ്സ് വരെ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഇതിങ്ങനെ 30 ടൈംസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് വാം അപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് എക്സസൈസ് കഴിഞ്ഞു. നമുക്കിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് 30 കൗണ്ട്സ് വരെ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. 30 കൗണ്ട്സ് ആണ് നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സെറ്റ് വർക്കൗട്ട് നമുക്ക് ചെയ്യാം. സെക്കൻഡ് സെറ്റ് വർക്കൗട്ടാണ്. സെക്കൻഡ് സെറ്റ് വർക്കൗട്ടിൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനോടൊപ്പം ലെഗ്സ് മൂവ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഹാൻഡ്സ് കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാക്കിംഗ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് സെറ്റ് തുടങ്ങാൻ പോവാണ്. ഇത് കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ എക്സസൈസ് ചെയ്യാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചിട്ട് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതുകൂടാതെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മുടെ ലെഗ്സ് കൂടെ മൂവ് ചെയ്യുക. ഇത് സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ്. നമ്മുടെ ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. നമുക്കിത് 30 ടൈംസ് ചെയ്ത് നോക്കാം. ഒരു ഫീല് നമുക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇച്ചിരി കൂടി ഒരു ഹാർഡർ ആയിട്ടുള്ള വർക്കൗട്ടാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ എക്സസൈസിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ജോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെഗ്സും നന്നായിട്ട് മൂവ് ചെയ്യുക. പിന്നെ അതുകൂടാതെ ഹാൻഡും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ നമുക്ക് ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്വെറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ പതുക്കെ എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി കൊണ്ടുവരുവാണ്. അപ്പോൾ ഇതും നമുക്കൊരു 30 കൗണ്ട്സ് ചെയ്യാം. സെറ്റ് എക്സസൈസ് കഴിഞ്ഞു. ഇനി അടുത്ത 5th ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ എക്സസൈസ് നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. ജസ്റ്റ് ഹാൻഡ് ഒന്ന് ഫുൾ അപ്പ് പൊസിഷൻ അല്ല, ഒരു ഹാഫ് അപ്പ് പൊസിഷനിൽ റേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലെഗ് ചെറുതായിട്ട് മുകളിലോട്ടും താഴേക്കും പൊക്കി കൊടുക്കുകയും താക്കുകയും ചെയ്യുക. ഇത് നല്ല എക്സസൈസാണ്. ബെല്ലി ഫാറ്റ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കൂടാതെ നമ്മുടെ ലോവർ ബോഡിയിലത്തെ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു എക്സസൈസാണ്. ആദ്യമേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ പതുക്കെ കൗണ്ട്സ് കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഇത് നമുക്ക് 30 ടൈംസ് ചെയ്ത് നോക്കാം. നമ്മുടെ 7th സെറ്റ് ഓഫ് വർക്കൗട്ടിൽ നമ്മൾ ജോഗ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും മൂവ് ചെയ്യുവാണ്. നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്സ് മാക്സിമം കവർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ വർക്കൗട്ട് നമുക്കിത് അപ്രോക്സിമേറ്റ്ലി ഒരു 10 to 15 മിനിറ്റ്സ് ആണ് ഈ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഇതിൽ തന്നെ നമുക്കൊരു 5000+ സ്റ്റെപ്സ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നടക്കാനൊന്നും പോകാനൊരു ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു സിമ്പിൾ എക്സസൈസ് 2 ടൈംസ്, അതായത് 2 സെറ്റ് വീതം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 10,000 സ്റ്റെപ്പ് ഒരു ഡേയിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ്.
അടുത്ത എക്സസൈസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ജമ്പ് ചെയ്യുക. നമ്മുടെ ലെഗ്സിന് അകത്തൂടെ നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്യുക. നല്ല എക്സസൈസാണ്. നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സസൈസാണ്. നമുക്ക് ആദ്യമത്തെ ദിവസം കുറച്ച് ബോഡി പെയിൻ ഒക്കെ കാണും. നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. നമ്മുടെ ഫൈനൽ സെറ്റ് ഓഫ് എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. ഇതും ഒരു വാക്കിംഗ് എക്സസൈസ് തന്നെയാണ്. നമ്മൾ കുറച്ച് ഇൻറ്റൻസിറ്റി കുറവിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഇപ്പുറമായിട്ട് ചെറുതായിട്ടൊന്ന് ബോഡി ഒന്ന് കൂൾ ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ചെറുതായിട്ട് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സസൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സിമ്പിൾ വർക്കൗട്ടാണ്. നമ്മളിനി എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വാക്കിംഗ് എക്സസൈസാണ്. അപ്പം അറൗണ്ട് നമുക്കൊരു 5000 സ്റ്റെപ്സ് എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു സിമ്പിൾ വർക്കൗട്ട് ഇത് മൊത്തം കൂടി ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് അത്ര സമയം എടുക്കത്തുള്ളൂ. നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഡേ 1 വർക്കൗട്ട് ട്രൈ ചെയ്ത് നോക്കുക. നാളെ നമുക്ക് പുതിയ വർക്കൗട്ടിലൂടെ കാണാം. ബൈ.